നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ നഗരസഭയ്ക്കെതിരെ വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ച്. തെരുവ് കച്ചവടക്കാരിൽ നിന്ന് നഗരസഭ മാസപ്പടി വാങ്ങുന്നുവെന്ന് വ്യാപാരികൾ. വ്യാപാരികളുടെ ആവശ്യം ന്യായം. തെരുവ് കച്ചവടക്കാരിൽ നിന്ന് നഗരസഭ പിച്ചപ്പണം വാങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. നന്മ സൗഹൃദ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം ഡിസംബർ 24 ഞായറാഴ്ച. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ വാർദ്ധക്യം വയോജനങ്ങളുടെ ഉല്ലാസയാത്ര നടത്തി. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. താനൂരിൽ മരുമകന്റെ മർദ്ദനമേറ്റ സ്ത്രീ മരണപ്പെട്ടു. വിശദമായ വാർത്തകൾ. തിരൂർ നഗരസഭയ്ക്കെതിരെ തിരൂരിലെ വ്യാപാരികൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെരുവ് കച്ചവടക്കാരിൽ നിന്ന് മാസപ്പടി വാങ്ങി വ്യാപാരികളെ തൊട്ടുകളിച്ചാൽ സമരമുറ മാറുമെന്ന് നേതാക്കൾ ആരോപിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി.എ. ബാവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തിയാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ ഭയക്കുന്നത് മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണെന്ന് നേതാക്കൾ ആരോപിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പ്രകടനം നഗരസഭ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷമുണ്ടാക്കി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി.എ. ബാവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അനൗൺസ്മെന്റ് ആണ്, എന്നിട്ട് അവിടെ കൂടുന്ന ആളുകളുടെ എണ്ണം എത്ര നമുക്കറിയാം. ഒരു അനൗൺസ്മെന്റ് ഇല്ല, ഒരു പത്രസമ്മേളനം, ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രം കൊടുത്തിട്ടാണ് നൂറുകണക്കിന് ആളുകൾ ഈ നഗരസഭ മാർച്ചിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളൊരു മഴക്കൊക്കെ അനൗൺസ് ചെയ്താൽ ഒരു അരമണിക്കൂർ നേരം പീഡ പൂട്ടിയാൽ എന്തായിരിക്കും മുനിസിപ്പാലിറ്റി അവസ്ഥ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ, അതിനെക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് വ്യാപാരികളോട് വിവേചനം കാണിക്കുന്നത്? കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞു ഈ നഗരസഭ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് 38 കൗൺസിലർമാരും ഭരണാധികാരികളാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷിയെന്നൊന്നും അതൊക്കെ നമ്മളുണ്ടാക്കുക സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി 38 കൗൺസിലർമാർ. ഈ 38 കൗൺസിലർമാരോട് ചോദിക്കുന്നു, ഈ വ്യാപാരി വ്യവസായികൾ നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഭാവന തരാറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അടക്കാൻ പറയാറില്ല. അങ്ങനെ എന്തെങ്കിലും കാതലായ രാജ്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ അടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അടക്കാറില്ല. പിന്നെ എന്തിനാണ് ഈ നഗരസഭയ്ക്ക് തെരുവിലെ വ്യാപാരി വ്യവസായിയോട് ഇങ്ങനെ ഒരു പുച്ഛം? അറിയാത്തോട് ചോദിക്കാം. 3 കൊല്ലം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഈ 21-ാം തീയതി മറ്റാണെന്ന് തോന്നുന്നു 3 കൊല്ലം ആയിട്ട് അത് അധികാരത്തിൽ. ഈ നഗരസഭ ഇന്ന് ഇവിടുത്തെ വ്യാപാരികളെ തെരുവിലേക്ക് ഇറക്കിക്കുന്നത്. ഇവിടെ ആർക്കാണ് മാനദണ്ഡം, ആർക്കാണ് മുൻതൂക്കമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിത് പലതവണ സൂചിപ്പിച്ചതാണ്. ഒന്നുകിൽ ഞങ്ങൾക്കുള്ള സംരക്ഷണം ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ അനധികൃതമായ വ്യാപാരികൾക്കുള്ള സംരക്ഷണം അവർക്ക് കൊടുക്കുക. പക്ഷേ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, എല്ലാ ലൈസൻസുകളും എടുത്ത്, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള വ്യാപാരികളെ നേർക്കുള്ള കുതിരകയറ്റം ഇനി അനുവദിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് തിരൂരിലെ വ്യാപാരികൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് നിങ്ങൾ വരുത്തി വെച്ച ഒരു വിലയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിക്കൊണ്ട് ഞങ്ങൾ എല്ലാ വേദികളിലും നിവേദനങ്ങളിലും കൂടെ
ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ഇതിന് തടയിടണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് വെച്ച് സ്വയം തൊഴിൽ കണ്ടെത്തിയ അനധികൃത കച്ചവടക്കാർക്കെതിരെ ഞങ്ങൾ എതിരല്ല. അവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകി വേറെ ഹബ്ബിലേക്ക് മാറ്റിയാൽ മതി. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് അതാണ്. എന്നാൽ വ്യാപാരികൾ പറയുന്നത് എല്ലാ ലൈസൻസും എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഒരു നിയമവും അനധികൃതമായിക്കൊണ്ട് ഈ മമ്മി ചെറുതോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇബ്നുൽ വഫ, മെജസ്റ്റിക് അഹമ്മദ്, അനിൽ, സമദ് പ്ലസന്റ്, സാഗർ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഷിഹാബ്, ഷബീബ് അസോസിയേറ്റ്, മൊയ്തുഷ മാലാപ്പറമ്പിൽ, ഷാഫി തങ്ങൾ, മുനീർ, നജീബ്, നിസാർ, അസീസ് മാവുംകുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങൾക്കുണ്ടോ മാസപ്പടികൾ? ലൈസൻസ് ഉള്ള വ്യാപാരി ക്യാരി ബാഗിൽ സാധനം വിറ്റാൽ. വെട്ടം ന്യൂസ്, തിരൂർ. ഏജന്റുമാർ വഴി തെരുവ് കച്ചവടക്കാരിൽ നിന്നും പിച്ചപ്പണം നഗരസഭ വാങ്ങുന്നതുകൊണ്ടാണ് തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ തിരൂർ നഗരസഭയ്ക്ക് കഴിയാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ്. തെരുവ് കച്ചവടക്കാരിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരിലിപ്പോൾ തെരുവ് കച്ചവടക്കാർക്കെതിരായിട്ടുള്ള വ്യാപാരികളുടെ സമരം വരുന്നുണ്ട്. ആ സമരത്തിൽ വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. തെരുവ് കച്ചവടക്കാരെ ഒരു കാരണവശാലും തള്ളി പറയാൻ കഴിയില്ല. അവർക്കാവശ്യമായ സംരക്ഷണം കൊടുക്കണം. പക്ഷേ തെരുവ് കച്ചവടം എവിടെ വേണം എന്നതിനെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അതിന് പകരം നഗരസഭ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഏജന്റുമാരുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ തെരുവ് കച്ചവടക്കാരുടെ അടുത്തു നിന്നും തന്നെ പിച്ചപ്പണം പോലെ പണം വാങ്ങി അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് തെരുവ് കച്ചവടം തോന്നിയ സ്ഥലത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനോ യാതൊരു തരത്തിലുള്ള സംവിധാനവും നമ്മുടെ നഗരസഭയ്ക്കകത്തില്ല. നഗരസഭയുടെ ഭരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഏജന്റുമാരാണ്. ആ ഏജന്റുമാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നതിനുള്ള ആർജവം നഗരസഭാ ഭരണസമിതിക്കോ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഇല്ല. അവരാകെ ഇതിൻ്റെ ഭാഗമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുകയാണ്. വ്യാപാരികളുടെ സമരം യഥാർത്ഥത്തിൽ ന്യായമായ സമരമാണ്. തെരുവ് കച്ചവടം എല്ലാ പട്ടണങ്ങളിലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്താ തിരൂർ നഗരസഭയ്ക്കകത്ത് മാത്രം അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത്? അപ്പം തോന്നിയ സ്ഥലത്ത് മുഴുവൻ കച്ചവടം നടത്താൻ സാധിക്കും, നഗരസഭയിൽ കാണേണ്ടുന്ന ആളുകളെ കണ്ടാൽ എന്ന സ്ഥിതി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നന്മ സൗഹൃദ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം ഡിസംബർ 24 ഞായറാഴ്ച ഫാത്തിമമാത ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നടക്കും. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്യും. തിരൂർ പൊറൂരിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വയോജന സംഗമത്തോടെ ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന കുടുംബ സംഗമം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിക്കും. കൗൺസിലർ അനിത കല്ലേരി മുഖ്യാതിഥിയാവും. മജീദ് മാടമ്പാട്ട്, നാസർ പൊറൂർ, റഫീഖ് അഹമ്മദ്, ഹംസ അച്ചിപ്ര, ജാബിർ മാടമ്പാട്ട്, ഷിഹാബ് അടിപ്പറമ്പത്ത്, സജയ് മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അതേപോലെ തന്നെ ആഘോഷ ഉത്സവ സന്ദർഭങ്ങളിലുമൊക്കെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്ന പരിപാടിയും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നന്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ പ്രദേശത്ത് അപകടകരമായ വളവുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മിറർ സ്ഥാപിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം നന്മക്കുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്മണ്ണും ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുഭിക്ഷ വാർദ്ധക്യം എന്ന നാമകരണത്തിൽ വയോജനങ്ങളുടെ ഉല്ലാസയാത്ര നടത്തി. അംഗനവാടി ടീച്ചർമാർ വഴി എല്ലാ വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 200ഓളം പേരാണ് പങ്കെടുത്തത്. കോഴിക്കോട് പ്ലാനറ്റോറിയം, കടപ്പുറം, മറ്റു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ഉമ്മർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP സൈനുദ്ദീൻ, തേറമ്പത്ത് സീനത്ത്, സെക്കീന പുതുക്കലേങ്ങൽ, മെമ്പർമാരായ അബ്ദുമോൻ, ഷിഹാബ് ചെറുകര, സുബ്രഹ്മണ്യൻ, R കോമുക്കുട്ടി, ആയിഷു ഷമീർ, മുന്താസ് ചാത്തേരി, ലളിത ചീനക്കൽ, ഹംസക്കുട്ടി മണ്ണാരക്കൽ, ആസൂത്രണ ഉപാധ്യക്ഷൻ സുബൈർ ഇളയോടത്ത്, PK മൊയ്തീൻകുട്ടി, CDA സൂപ്പർവൈസർ സെബീന തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്മണ്ഡം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നോവേറ്റീവ് പദ്ധതി ഉൾപ്പെടുത്തി സുഭിക്ഷ വാർദ്ധക്യം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ഉല്ലാസയാത്രയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്.
കോഴിക്കോട് കടപ്പുറവും അതുപോലെ തന്നെ പ്ലാനറ്റോറിയമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. 1 ഡേ പ്രോഗ്രാം ആയിക്കൊണ്ട് 200ഓളം ആളുകളെ വയോജനങ്ങളെയാണ് നമ്മളെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് 200ഓളം ആളുകളെ 4 ബസ്സിലായിക്കൊണ്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. വെട്ടം ന്യൂസ് താനൂർ. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. സാമൂതിരി രാജയുടെ പ്രതിനിധി ടി.ആർ. രാമപ്രഭ അധ്യക്ഷത വഹിച്ചു. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. നടൻ ശരത്ത്, ബേബി ശങ്കർ, രമ്യ സജിത്, ടി.കെ. ഗംഗാധര പണിക്കർ, രാജൻ പാണാട്ട്, കെ. പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ഏതാണ്ട് 5-6 ദിവസക്കാലം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഈ നാടാകെ വല്ലാത്തൊരു ഉത്സവ ലഹരിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ്. തൃപ്രങ്ങോട്ടപ്പൻ്റെ പ്രശസ്തി നാം അറിയുന്നത് പുറമേയുള്ള ഭക്തന്മാരിൽ നിന്നാണ്. കാരണം ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ചാളുകൾ മാത്രം വസിക്കുന്ന ഒരു പ്രദേശമാണ് തൃപ്രങ്ങോട്. ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് ശ്രീകലാ പ്രകാശിനെ ആദരിച്ചു. വേദിയിൽ ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, സിംഫണി, തൃപ്രങ്ങോട് അവതരിപ്പിച്ച ഗാനമേള എന്നിവ നടന്നു. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ തായമ്പക, ഡബിൾ തായമ്പക, പുരാണപാരായണം, സംഗീതാർച്ചന, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം എന്നിവയുമുണ്ടായി. ഉത്സവാഘോഷത്തിന്റെ 3ാം ദിനമായ ഇന്ന് ഭരതനാട്യം, തിരുവാതിരക്കളി, തിരുവാതിര ഫ്യൂഷൻ, കൈകൊട്ടിക്കളി, കൊച്ചിൻ ചന്ദ്രകാന്തയുടെ നത്ത് മാത്താൻ ഒന്നാം സാക്ഷി എന്ന സാമൂഹ്യ നാടകം, പോരൂർ ഹരിദാസിന്റെ തായമ്പക എന്നിവ നടക്കും. 25-നാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഉത്സവബലി. 26-ന് പള്ളിവേട്ടയും 27-ന് ആറാട്ടും നടക്കും. വെട്ടം ന്യൂസ് തൃപ്രങ്ങോട്. വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഭാര്യാമാതാവ് മരണത്തിന് കീഴടങ്ങി. താനൂർ മൂലക്കൽ പണ്ടാരവളപ്പ് മുത്തമ്പറമ്പിൽ ജയയാണ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. ഇവരെ ആക്രമിച്ചതിന് ശേഷം പോലീസിൽ കീഴടങ്ങിയ കേവരം പൊന്നാട്ടിൽ പ്രദീപ് റിമാൻഡിലാണുള്ളത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ മൂലയ്ക്കൽ ചേന്നംകുളങ്ങര റോഡിൽ വെച്ച് ഭാര്യയായ രേഷ്മയെയും ഭാര്യാപിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുവടിയുമായി ആക്രമിച്ചതിനു ശേഷമാണ് ഇയാൾ തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യാമാതാവായ ജയയെ ആക്രമിച്ചത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് രക്തമൊലിപ്പിച്ച നിലയിൽ ജയയെ കണ്ടെത്തിയത്. ഉടൻ ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. അക്രമത്തിനു ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത്. 3 പേരും അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു പ്രതി വിശ്വസിച്ചിരുന്നത്. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടു നൽകാത്തതുമാണ് ഇയാളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത്. ഇയാളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രേഷ്മ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. രേഷ്മയുടെ പിതാവ് വേണുവിനെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണപ്പെട്ട ജയ പൊതുപ്രവർത്തകയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനാളൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുമായിരുന്നു. രഞ്ജിത്ത് മകനാണ്. വെട്ടം ന്യൂസ് താനൂർ. ഇതോടെ ഇന്നത്തെ പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.